ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവരും ദിവസേന പാല് വാങ്ങുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ആ വാങ്ങുന്ന കുറച്ച് പാല് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നല്ല ശുദ്ധമായ നാടൻ നെയ്യ് വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഈ നെയ്യ് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ഒരിക്കൽ ഇതേപോലെ നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും നിങ്ങൾ നെയ്യ് പുറത്തുനിന്ന് വാങ്ങില്ല കേട്ടോ. അത് 100% ഗ്യാരണ്ടി ഞാൻ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ പാല് തലേ ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസം പാടെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഇത് എങ്ങനെയാണ് പാടെടുത്ത് സൂക്ഷിക്കുന്നതെന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇതേപോലെ മേലെ കാണുന്ന പാട നമ്മൾ എടുത്തിട്ട് ഇതേപോലത്തെ ബോക്സിലാക്കി വയ്ക്കുക. നല്ല അടപ്പുള്ള ബോക്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ച പാടയാണ്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലോ അതിൻ്റെ താഴെയുള്ള ഭാഗത്തോ നമ്മൾ ഈ ഒരു പാട സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ തീരെ താഴെ കൊണ്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ കേട് വരാൻ സാധ്യതയുണ്ട്. ഫ്രീസറിലോ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തോ വെക്കുക. അപ്പോൾ ഇത് നമ്മൾ എത്ര വെച്ചാലും കേട് വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ബോക്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നെയ്യ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് രാവിലെ തന്നെ നമ്മൾ നെയ്യ് എടുക്കാൻ ശ്രമിക്കുക. വെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നെയ്യ് എടുത്താൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നെയ്യ് എടുക്കുമ്പോൾ കലങ്ങി പോകുന്നുണ്ട്, പാടെടുത്ത് വെച്ചത് വെറുതെ എന്നൊക്കെ പറയുന്നേക്കാറുണ്ട്. അപ്പോൾ അതിന് ഉള്ള നല്ലൊരു ടിപ്സാണ് നമ്മൾ രാവിലെ തന്നെ നെയ്യ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ നെയ്യൊക്കെ കടഞ്ഞെടുക്കുക, വെണ്ണ കടഞ്ഞെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറ് കൈകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മിക്സി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിലായിട്ട് അടിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ വലിയ ജാറിൽ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പാട കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക്. എല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാനിത് എങ്ങനെയാണ് അടിച്ചിട്ട് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമ്മളിതാ കുറേ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാടെടുക്കുക, കുറച്ചധികം വെള്ളം എടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും വെള്ളം തന്നെ എടുക്കാത്തത്, ഇത് നോർമൽ വാട്ടറാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വെയിലാവുമ്പോൾ നമുക്ക് നേരെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ട് നമ്മൾ അടിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് വന്നതിന് ശേഷം ഇതേപോലെ മേലെ പൊങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ അടിച്ച ശേഷം കാണിക്കുന്ന വീഡിയോ ആണ്. ഇതേപോലെ നമ്മുടെ വെണ്ണയാണിത്, വെണ്ണ മേലേക്ക് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം അധികം വിടാതെ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റുക. നമ്മൾ നെയ്യ് ഉരുക്കാൻ വെക്കുന്ന ചട്ടിയിലേക്കാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ഉരുക്കാൻ വെക്കുന്ന ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറിയൊക്കെ വെക്കുന്ന ചട്ടി ആയിരിക്കുമല്ലോ, അതിനായിട്ട് നമുക്ക് വേറെ ചട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ളവർ അതിനെ എടുക്കുക കേട്ടോ. നമ്മൾ കറിയൊന്നും വെക്കാത്ത ചട്ടി ഉണ്ടെങ്കിൽ. അല്ലാത്തവർ ഇപ്പോൾ എൻ്റെ ഈ ചട്ടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ ഞാനിതിൽ എല്ലാം വെക്കുന്നുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറാണെങ്കിലും സ്പൂണാണെങ്കിലും ചട്ടിയാണെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് കഴുകണം. എരിവും പുളിയൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നെയ്യ് ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സാണ് കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ അടുത്ത പാട ഇട്ടിട്ട് അടിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കലങ്ങിപ്പോവും. അപ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് അടുത്ത പാട നമ്മൾ കുറച്ച് ഇടുക, പിന്നെ അടുത്ത വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ബ്ലേഡിൻ്റെ അടിയിൽ ഇങ്ങനെ വെണ്ണയാണ് കേട്ടോ. ഇതൊന്നും കളയരുത്, നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കണം വെണ്ണേൻ്റെ ഒപ്പം. അപ്പോൾ അടുത്ത പാട ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെയും നമ്മൾ ഇതേപോലെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുക, എന്നിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ കറക്റ്റായിട്ട് ഒരുപാട് വെള്ളം നമ്മൾ എടുത്താലാണ് കറക്റ്റായിട്ട് വെണ്ണ മേലേക്ക് പൊങ്ങി വരുള്ളൂ കേട്ടോ. ചിലവർക്ക് ഇതേപോലെ നമ്മൾ അടിച്ച് വരുമ്പോൾ ഇതേപോലെ കലങ്ങി പോകുന്നുണ്ട് എന്ന് പറയുന്നിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഉണ്ടാക്കുന്ന എൻ്റെ മുമ്പത്തെ എൻ്റെ വീഡിയോ കണ്ടവർ പറയുന്നുണ്ട് കലങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടിപ്സാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ പകുതി ഞാനെടുത്ത് അടിച്ചു കൂട്ടും. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ചിലവർക്ക് പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ അടിച്ചെടുത്തു. ബാക്കി പകുതി ആക്കട്ടോ. നമ്മൾ ആ വെള്ളം പകുതി ആക്കിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ നമ്മൾ നേരത്തെ കിട്ടിയ പോലെ വെണ്ണ മേലോട്ട് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കലങ്ങി പോവില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വരുന്നവർക്ക്
അപ്പോൾ ഇതാ നമ്മൾ എല്ലാ വെണ്ണയും ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ടുള്ള ഇതാണ് നമ്മൾ ലാസ്റ്റ് അടിച്ചെടുത്ത ആ ഒരു വെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിത് വെറുതെ ഗ്യാസ് അടുപ്പിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അരികിലൊക്കെ ഇതൊക്കെ നെയ്യ് നമ്മുടെ വെണ്ണയാണ് കേട്ടോ. അപ്പം ഇത് അടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് മിക്സിയിലൊന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് മേലോട്ട് ഇങ്ങനെ ആ ഒരു നെയ്യല്ല നമ്മുടെ വെണ്ണ മേലോട്ട് വരും. അപ്പോൾ അതും നമുക്ക് കളയാതെ എടുക്കാം. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഒരു തുള്ളി പോലും കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നെയ്യെടുത്ത പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള ഒരു ടിപ്സും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മളിനി ആ നെയ്യ് നമ്മളെ വെണ്ണ എടുത്ത് വെച്ചത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുക്കിയെടുക്കുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ കഴുകുമ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ പാത്രത്തിലാക്കി പിന്നെ അതിനെ ഉരുക്കുന്ന പാത്രത്തിലാക്കി അങ്ങനെ ഒരുപാട് പാത്രമാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉരുക്കാൻ വെച്ചെന്ന ആ ഒരു ചട്ടി തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 2-3 വട്ടം ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ വെള്ളം നല്ല തെളിഞ്ഞതായിട്ട് വരും. അപ്പോൾ മാത്രമേ നമ്മൾ കഴുകൽ നിർത്താൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാലിൻ്റെ അംശം പോകുന്ന വരെ നമ്മൾ കഴുകണം. ഇപ്പോൾ നമ്മുടെ വെണ്ണ നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചെറിയൊരു പാത്രത്തിലെടുത്ത് ഫ്രീസർ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉരുക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തപ്പോൾ തന്നെ അരികിലുള്ളതൊക്കെ ഉരുകി വരും കേട്ടോ. അപ്പോൾ അതിനുള്ള ടെൻഷനും വേണ്ട, അരികിലുള്ള പറ്റി പിടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഉരുകി വന്നോളും. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ മേലെ ഇതേപോലെ ഒരു പത പോലെ വരും കേട്ടോ. അപ്പോൾ അത് മേലോടെ കോരിയെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരുപാട് കക്കനുണ്ടാവും കേട്ടോ. നമുക്ക് ഇതൊക്കെ പാലിൻ്റെ അംശങ്ങളാണ്. ഇതൊക്കെ നന്നായിട്ട് വറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ നെയ്യ്ക്ക് നല്ല ശുദ്ധമായ ഒരു നെയ്യും കിട്ടുള്ളൂ. കേടുകൂടാതെ നമുക്ക് കുറേ എടുത്ത് വയ്ക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിത്തെ മേലോട്ട് മാത്രം ആ ഒരു പദം മാത്രം എടുക്കുക. നെയ്യ് പെടാതെ പദം മാത്രം പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാൻ പറ്റും. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ വളരെ സിമ്പിളാട്ടോ. കുറച്ച് നേരം മെനക്കിടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്യ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തുളസിയുടെ ഇലയും 2-3-4 കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊളസ്ട്രോളിനും അതുപോലെ കഫക്കെട്ടും അത് രണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കഴുകി തുടച്ച് വെക്കുക കേട്ടോ. നല്ല വൃത്തിയുള്ള തുണിയും കൊണ്ട് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യിലേക്ക് ഇതാകുമ്പോൾ വെള്ളത്തോടെ നമ്മൾ കഴുകിയ പാടെ തന്നെ അങ്ങനെ ഇടാൻ പാടില്ല. കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുക കേട്ടോ, വെള്ളം ഇല്ലാതെ വെക്കുക. അപ്പോൾ ഇത് അടുത്ത് തന്നെ വെക്കണം. എന്താണെന്ന് വെച്ചാൽ മറക്കാതിരിക്കാനാണ് കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ വെക്കുക, കാണുന്നോടത്ത് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെണ്ണ കണ്ടപ്പോൾ വിചാരിക്കും ഒരുപാട് നെയ്യ് കിട്ടുമെന്ന്. പക്ഷേ നമുക്ക് അത്ര കണ്ടുള്ള നെയ്യ് നമുക്ക് ഉരുകി വരുമ്പോൾ തോന്നില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇത്രയും നെയ്യിന് തന്നെ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കണം കേട്ടോ. കുറച്ച് നേരത്തെ മെനക്കെട് മാത്രമേ ഉള്ളൂ. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ത്രില്ലുമാണ് കേട്ടോ. ഇത് ലാസ്റ്റ് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത്. നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷവും ഞാൻ ഉണ്ടാക്കിയ നെയ്യാണല്ലോ അങ്ങനെയൊക്കെ ഒരു സന്തോഷവും തോന്നും കേട്ടോ. അപ്പോൾ ഇതാ നെയ്യ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടാണ്. എൻ്റെ നെയ്യ് ഉണ്ടാക്കിയത് ശരിയായിട്ടില്ല എന്നൊരു കമൻറ്റ് വരരുത്. കാരണം ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നെയ്യ് നമ്മുടെ നന്നായിട്ട് തിളച്ച് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ആ കളറൊന്ന് മാറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ കഫക്കെട്ട് വരും എന്നൊക്കെ പറയുമല്ലോ ചിലവർ നെയ്യ് കൊടുത്താൽ. പിന്നെ നെയ്യ് എടുത്താൽ കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറയും. അതിനൊക്കെ വളരെ ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ്. നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ ഇടുക. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ നെയ്യ് പാകമായി എന്നുള്ളത്, മൂപ്പ് പാകമായി എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നെയ്യിൻ്റെ കളർ മാറുമ്പോൾ തന്നെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കക്കനൊന്നും ഇല്ല കേട്ടോ. കക്കൻ പറഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു കട്ടി പോലെ ഉണ്ടാവില്ല, അതാ സംഭവം. അപ്പോൾ ഈ സ്പൂണിൽ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ നെയ്യ് നിർത്താം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇവിടെ
മൊത്തം നല്ല അടിപൊളി നല്ല ശുദ്ധമായ നെയ്യിൻ്റെ ഒരു മണമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. കുഞ്ഞു മക്കൾക്ക് കുറുക്കിൽ ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ബിരിയാണി വെക്കാനടക്കം നമുക്ക് ഈ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നല്ല ശുദ്ധമായ നെയ്യാണ്. നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന നെയ്യ് നല്ലതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ അത് എന്തൊക്കെ നെയ്യിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണുന്ന പോലുമില്ല. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ വളരെ ശുദ്ധമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന കയ്യിലും അതേപോലെ വൃത്തിയായിട്ട് കഴുകി വെള്ളമില്ലാത്ത കയ്യിലായിരിക്കണേ. അപ്പോൾ ഇനിയുള്ള ടിപ്സ്, കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നെയ്യിൻ്റെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴുകാൻ കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നെയ്യ് ഉണ്ടാക്കാനെടുത്ത എല്ലാ പാത്രങ്ങളും വൃത്തിയായി കിട്ടും കേട്ടോ. ആ മിഴുമിഴുന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ മുഴുക്കൊക്കെ പോയിട്ട് വൃത്തിയായി കിട്ടും. ഇനി നോർമലായിട്ട് നമ്മൾ സോപ്പിട്ടിട്ട് കഴുകുമല്ലോ, അപ്പോൾ അതേപോലെ കഴുകിയെടുത്താൽ വൃത്തിയാവും കേട്ടോ. അപ്പോൾ ആ പണിയുമില്ല. ചിലവർക്ക് ആ പണി കൂടുതലാണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വെള്ളമൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ലാത്തൊരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെക്കുക, ഫുൾ അടച്ച് വെക്കരുത്. ഇതേപോലെ പകുതി തുറന്നിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. ഇത് ആറിയിട്ട് വേണം നമുക്ക് കുപ്പിയിൽ ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. കുപ്പിയാണെങ്കിലും ഇതേപോലെ വെള്ളമില്ലാതെ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടെടുക്കണം. വെയിലില്ലെങ്കിലും നന്നായിട്ട് വെള്ളമില്ലാത്ത കുപ്പിയായിരിക്കണം. നന്നായിട്ട് ഉണങ്ങിയ തുണിയും കൊണ്ടൊക്കെ തുടച്ചെടുക്കണം. നമ്മൾ അരിക്കാനെടുക്കുന്ന അരിപ്പയാണെങ്കിലും ഒട്ടും വെള്ളമില്ലാതെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ടിപ്സൊക്കെ പറയുന്നത് നമ്മുടെ നെയ്യ് ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കുക. എത്ര ദിവസം എടുത്ത് വെച്ച് നോക്കൂ, നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് എത്ര ദിവസം എടുത്ത് വെച്ചാലും ഈ നെയ്യിന് ഒരു മാറ്റവും വരില്ല. ഒരു മണത്തിൻ്റെ ഒരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഈ കുപ്പിയിൽ, വലിയ കുപ്പിയാണ് കേട്ടോ, ഇത് കാണുന്ന പോലെയല്ല, ഇത് അത്യാവശ്യം വലിപ്പമുള്ള കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഈ കുപ്പിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മൾ മേടിക്കുന്ന ചെറിയൊരു ബോട്ടിൽ, നമ്മുടെ വീട്ടിൽ കുറേ മുമ്പ് മേടിച്ചൊരു ബോട്ടിൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിനൊരു 180 ഗ്രാമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ വില 148 രൂപയാണ്. അപ്പോൾ ഇത് അതിനേക്കാളും കൂടുതലുണ്ട് നെയ്യ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വില കണക്കാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഈ നെയ്യ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് നെയ്യ് അടുത്തുള്ള വീട്ടുകാർക്ക്, നല്ല ശുദ്ധമായ നെയ്യ് പറഞ്ഞാൽ ആരാ മേടിക്കാത്തത്. അപ്പോൾ നെയ്യ് നേരത്തെ പറഞ്ഞ പോലെ അധികം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ഉള്ള വീട്ടുകാർക്കൊക്കെ, കുട്ടിയുള്ള വീട്ടുകാരൊക്കെ മേടിക്കും കേട്ടോ. നല്ല നാടൻ നെയ്യാണെങ്കിൽ. അപ്പോൾ നല്ല വിലയാണ് ഇതിന്, നാടൻ നെയ്യിന് ഒന്നുകൂടി വിലയാണ്. അപ്പോൾ നമുക്കൊരു വീട്ടിൽ നമുക്കൊരു വരുമാനം പോലെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണുന്ന പോലെ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പാല് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് നെയ്യും മോരും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതേപോലെ നെയ്യ് വാങ്ങാൻ ഒരുപാട് നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പറയുന്ന ചെറിയ ചെറിയ ടിപ്സ് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മൾ നെയ്യൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, അതും ഒട്ടും വെള്ളമില്ലാതെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നെയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട് ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നെയ്യ് ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.